ഇപ്പൊ പറഞ്ഞില്ല അത്രയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ, മുത്തുപ്പാണ്ടി പറഞ്ഞില്ലേ? അതന്നെ യൂസ് ചെയ്യും, കൊല്ലില്ല. ഭയങ്കര ഇഷ്ടമാണ്. உன்னோட உயிர் உனக்கு எவ்வளவு முக்கியமோ அதை விட என் உயிர் எனக்கு முக்கியம். முன்னாடி ஒரு அடி எடுத்து வச்ச പവർ കാണിക്കുന്ന ആളുടെ ഓ പൊളി പൊളി. സിഗരറ്റ് ഉള്ളത് ഇത് മറ്റേയാണല്ലേ? ഓ കെട്ടിയില്ല, അതാ പോയി ഓടിപ്പോയി. കണ്ട് 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 ഓടിപ്പോണുണ്ട്. ആ കാലഘട്ടത്തിൽ ഫോണൊന്നും ഇല്ലേ? 2003-2004 കാലഘട്ടമാണ്. ഇല്ലല്ലേ, മൊബൈൽ ഫോൺ ഇല്ലല്ലേ? ഇല്ല തോന്നുന്നു. ഇപ്പൊ ആയിരുന്നെങ്കിൽ എളുപ്പല്ലേ? അടിപൊളി. പട മേടിച്ച് ചെന്നു പന്തം കൊളുത്തി പടാ. நீ என்கிட்ட ஒரு கோடி ரூபாய் எடுத்துட்டு போவேன், திருப்பி சம்பாதிச்சிருவேன். ஏன் ஒரு 10 கிலோ தங்கத்தை எடுத்துட்டு போவேன், திருப்பி வாங்கிட்டு. ஆனா என் செல்லத்தை எடுத்துட்டு போறேன் எப்படி? தனலட்சுமி என் சாமிடா. அவளை ஊர்வலமா கூட்டு போற தேரடா நானு. திருவிழா நேரத்துல தேர கவுத்துட்டு சாமியை ஓட்டு போறியே, தப்பு 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 தப்பு. போகும்போது எவன ஒருத்தன் என் செல்லத்தை தெரியாம இடிச்சதுக்கு அவன் 2 காலை ஒட்டி பிச்சை எடுக்க வச்சவன் நானு. ஆனா நீ மதுரை மீனாட்சி அம்மன் கோயில் முன்னாடி என்ன அடிச்சு அவன் கூட்டிட்டு போறியா? யாரா நீ? டேய், இது முத்துப்பாண்டி கோட்டடி. டேய், இவன் சாதாரணமா சாவ கூடாது, இவனை பீஸ் பீஸா வெட்டு. ഓ ഇപ്പൊ പറഞ്ഞില്ല അത്രയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ, മുത്തുപ്പാണ്ടി പറഞ്ഞില്ലേ? അതന്നെ യൂസ് ചെയ്യും, കൊല്ലില്ല. ഭയങ്കര ഇഷ്ടമാണ്. ஆனா இவதான் உன்னோட உயிர் இப்ப எனக்கு தெரிஞ்சிச்சு. உன்னோட உயிர் உனக்கு எவ்வளவு முக்கியமோ அதை விட என் உயிர் எனக்கு முக்கியம். முன்னாடி ஒரு அடி எடுத்து வச்ச மொத்த அருவா கத்தியெல்லாம் அதுல போடு. மூட்டை கட்டு, அதெல்லாம் மூட்டை கட்டு. ഓ അതിൽ തന്നെ യൂസ് ചെയ്തല്ലേ? இந்த மூட்டை எடுத்துட்டு போய் இந்த ஜிப்சில போடு. ஜிப்சில எடுத்துட்டு போடா, சொல்றானே சாரே, எடுத்து போ. സാറ് ഒരേ സമയം കോമഡി രണ്ടുപേരും അല്ലേ? വില്ലെന്ന് പറയുമ്പോ ജിപ്സിയെ തവര മൊത്ത എല്ലാ വണ്ടിയിലും കാത്തപ്പടി വിട சொல்லு. ആൾക്ക് അത്ര സ്നേഹമുണ്ട്. ബാക്കി എല്ലാ വണ്ടിയിലും കാറ്റ് വെച്ചിടാൻ, ആ വണ്ടി ഒഴിച്ചിട്ട്. ഓ അതാ സംഭവം. കാരണം ഇവിടെ ലോജിക്ക് ഉപയോഗിച്ചില്ല, ബുദ്ധി ഉപയോഗിച്ചില്ലാതെ നടക്കില്ല. ഇവിടെ ഇത്തിരി ആൾക്കാരില്ലേ, എല്ലാവരുടെ കയ്യിലും ആയുധമുണ്ട് അല്ലേ?
ഓ എടുത്തോണ്ട് ഓടുന്നു. എഗെയിൻ ഇൻസൾട്ട്. ഈ ക്യാരക്ടർ എന്താ ചെയ്യാൻ മാക്സിമം ഇൻസൾട്ട്. ആള് ഫുള്ള് ഓടി വരുന്നു. ഓ തീർന്ന് വേലു നീ തീർന്നടാ, തീർന്ന ഈ അവസ്ഥ. ഓ മാക്സിമം പണി ഇല്ല. ഇനി ദേഷ്യായിരിക്കും, കരിപ്പാന്ന് തോന്നുന്നു. ഇൻസൾട്ട് ഫീൽ ആയില്ലേ ഭയങ്കരമായിട്ട്. ഇത്രയും പദവിയിലിരിക്കുന്ന ആളല്ലേ, കൊറേ എന്തൊക്കെയോ കൺട്രോളൊക്കെ ചെയ്യുന്ന ആളല്ലേ. அண்ணன் அடிச்சுப்பட்டு பொண்ணு தூக்கிட்டு போயிட்டாயா? தமிழ்நாடு என் பின்னாடி இருக்கு, என் மயில அவன் அடிச்சு போட்டீங்க. இதெல்லாம் ஒண்ணும் செய்ய முடியலையா? வெக்கமா இல்ல? எந்த பக்கம் போனாவே? பைபாஸ் ரோட்லயா? ஏய், கான்ஸ்டபிள் இருந்து ஏசிடிசி வரைக்கும் அத்தனை பேர் விட்டு அவளை தேட சொல்லு. சுத்தி இருக்க அத்தனை செக் போஸ்ட் அலர்ட் பண்ணுங்க. ഓ ആ സമയത്ത് മറ്റേ ഫോണുണ്ട് കേട്ടോ, மவனே அவன் നോക്കിയ ഫോൺ. தாண்ட கூடாதுடா. പക്ഷെ എല്ലാരുടെ അടുത്തും ഇല്ല അത്. പക്ഷെ എല്ലായിടത്തും ഉണ്ടാവില്ല. ഓ ഇടക്കിടക്ക് കബഡിയുടെ ഒരു ഫീല് അല്ലേ? ഇത് മറ്റേ ഒരു ജേർണി ഇങ്ങനെ അതുപോലെ ഉണ്ട്. കാരണം അവിടെ വരെ എത്തണ്ടേ. ഓ അടിയിട്ടേ. പാട്ടാണ്, പാട്ട് നമുക്ക് പിന്നെ ചെയ്താ പറയും ചെയ്യണം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ്. സിറ്റുവേഷൻ ബേസ്. വാസു സോങ് ഫുൾ കലിപ്പിട്ടാ. അത് സിറ്റുവേഷൻ ബേസ് നല്ലോണം ചെയ്യുന്നുണ്ട് പാട്ട്. ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട് അല്ലേ, വീഡിയോ ഉണ്ടല്ലോ, ചോദിച്ചറിയാണല്ലോ എല്ലാം. ഓ കഥ പറയുന്നുണ്ടാ ചേട്ടൻ ഇൻസൾട്ട് ചെയ്തു. ഓ അതാണ് സംഭവം, കൊല്ലാൻ കാരണം. ഓ ഈ സീന് നല്ല ഇമ്പോർട്ടന്റ് ഉണ്ട് സോങ്ങിന്. ഓ മറ്റേത് ഓ കാരണം അറിയണ്ടേ എന്തിനാ രക്ഷിക്കുന്നുള്ള. ഓ ഓ ഓട്ടോമാറ്റിക്കലി ജോയിൻ ആവണല്ലേ രണ്ടുപേരും. ആ ഒരു ജേർണി തന്നെയാണ് ആ സോങ് അല്ലേ. അത് സിറ്റുവേഷനാണ് ഒന്നിപ്പിക്കുന്നവരെ. പവർ കാണിക്കുന്ന ആളുടെ. ഓ പൊളി പൊളി. സിഗരറ്റ് ഉള്ളത് മറ്റേ ഷോട്ട് അല്ലേ, റെഫറൻസ്. അല്ല അല്ല ഒരു കല്യാണം എന്താണ്. പാട്ടും നല്ലോണം കണക്ട് ആവുന്നു. സിറ്റുവേഷൻ സിറ്റുവേഷൻ വെറുതെ ഒരു ചെറിയൊരു കൗണ്ടി പോലീസ് ആ ഡ്രസ്സിങ്. അവിടെ ഇൻഫർമേഷൻ കിട്ടിയില്ലേ. அதுல முத்து பண்ணிருக்காருல, அவர் கட்டிக்க போற பொண்ணை எவனும் தூக்கிட்டு போயிட்டாங்களா, அதான் காலையில இருந்து செக்கிங் பண்ணிருக்காங்க. காசை போட்டீங்களா? എവിടെ പോയാലും പെട്ടിടക്കുന്ന അവസ്ഥ കേട്ടാ. ഓ കൊറേ സ്ഥലത്ത് സിഗരറ്റിന്റെ റെഫറൻസ് ഉണ്ട് കേട്ടോ.
കണ്ണോ ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലേ? നേരെ ഓടിച്ചു പോവാൻ നോക്കി. നേരെ അടിച്ചു പോകാൻ നോക്കാം. ഓ പക്ക ആറ്റിറ്റ്യൂഡ്. കിടു സീന്. എന്താ പറയാൻ പോണേ വന്നിട്ട്? അറിയില്ല, എന്തെങ്കിലും ഉണ്ടോ, ഐഡിയ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ இப்படிதான் வந்து கை நீட்டி அரெஸ்ட் பண்ணிருப்பானா? அங்க அண்ணன் அடிச்சு போட்டு கிளம்பிட்டான். ஒரே பரபரப்பா இருக்கு. நாங்களாம் மோடி கூட தேடிட்டு இருக்கோம். இங்க நீங்க என்ன பண்ணிட்டு இருக்கீங்க? இல்ல சார், அண்ணன் வண்டியை நிப்பாட்டீங்களா நீங்க? அதுக்கு இல்ல, இந்த வண்டி நம்பர் அண்ணன் வண்டி சொல்லையா? ஆமா, TN59 100. அண்ணனோட ஆவணி பஸ்ல இருந்து அம்பாசடர் வரைக்கும் இதே நம்பர் தான். ஜிப்சில இதே நம்பர்ல 4 வண்டி இருக்கு. அதுக்கு வண்டி நிப்பாட்டிடுறீங்களா? போங்க போய் செக் பண்ணுங்க. சார் செக் பண்ணிடலாம் சார், செக் பண்ணிடலாம். யோ சும்மா எந்த செக்ஷன் நீ? உன் பேர் என்ன? அறிவழகன் சார். அறிவழகன் இங்க இருக்குது, இங்க இல்லையா? சரி சார், சொல்லிருங்க. இந்த அடிச்சு போட்டு கிளம்பி இருக்கான். அவன் இந்த செக் போஸ்ட தாண்ட கூடாது. என்ன பண்ணீங்களோ ஏது பண்ணீங்களோ எனக்கு தெரியாது. அண்ணன் செக் போஸ்ட் யோ போய் தொலையா சார். யோ தொலைங்க. ഓ പൊളിച്ച് ഐഡിയ ഉപയോഗിച്ചു. ആറ്റിറ്റ്യൂഡിൽ വന്ന് മറ്റേ ആളുടെ ആളായിട്ട്. கொஞ்சம் லைன்ல வரதுல ஐயா பேக்கறமா போடுறீங்க. சார் அறிவழகன் பேசுறேன் சார். ஐயா பைபாஸ் ரோட் செக் போஸ்ட் அறிவழகன் லைன்ல இருக்காரு. என்ன கிடைச்சடா? இன்னும் இல்ல சார், தரவா செக் பண்ணிடுங்க சார். நல்லா தெரியுங்க, வண்டி நம்பர் தெரியுமில? ஜிப்சி 100. நம்ம ஜிப்சி நம்பர் ஒரே மாதிரி இருக்கறனால வேற ஏதாவது ஒரே இருந்தா சொல்லுங்க சார். சூப்பர் தான் சார் அவன். அவன் என்ன கலர் ட்ரெஸ் போடுறா? கருப்பு கலர் கடியில பச்சை கலர் பேண்ட் இல்லையா? ഒരേ നമ്പറാണല്ലോ. இல்ல சார், கருப்பு கலர் பச்சை கலர்ங்களா? சார் அவன் நம்மளும் சொல்லிட்டு போயிட்டான் சார். நம்மளும் சொல்லிட்டு போறான். அந்த பொண்ணுக்கு போயா? ஏ சார், பொண்ணுங்க சார். நல்லா பாருங்க. ഓഹോ, ഇപ്പൊ നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പോരായിരുന്നു അല്ലേ? അത് നമുക്ക് സീനിലൊരു ഇത് വേണ്ടേ? சார் ஒரு ஐடியா. என்னையா? இவனை மட்டும் கர்நாடகத்துக்கு அனுப்பிச்சோன்னு வச்சுக்கங்க. காவேரிய கையோட அள்ளிக்கிட்டு தமிழ்நாட்டுக்கு கொண்டாந்துருவா சார். അത്രയും മാസാണ്. அவனை கொன்னுட்டு தனலட்சுமியை கட்டிக்கிட்டு தான் இந்த மண்ணில் நான் கால வைப்பேன். ഓ അങ്ങോട്ട് പോവാണെങ്കിൽ அது வரைக்கும் முத்துப்பாண்டி இந்த ஊருக்குள்ள வரமாட்டான். അല്ല എവിടെ വിചാരിച്ചു പോവോ? ഓ അപ്പൊ അവിടെ നിന്ന് പോവാണോ? അതേ ഡ്രസ്സിലാ പോണേ. ഓ ചില പ്രകാശ് രാജായതുകൊണ്ട് പറയാനും പറ്റില്ല. ഇനിയിപ്പോ ഈ വേഷത്തിൽ തന്നെ ആയിരിക്കും ഫുൾ ഉണ്ടാവാൻ പോണത്. കാരണം എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള ഇൻസൾട്ട് ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം അത്രയും കാലം എല്ലാരും ബഹുമാനിച്ചിരിക്കുന്ന ഒരാളെ വൈഡിക്കുകയും ചെയ്ത്, അതുകൂടാണ്ട് സ്നേഹിച്ച പെണ്ണിനെയും കൊണ്ടുപോയി മൊത്തത്തിലൊരു വല്ലാത്തൊരു ഇൻസൾട്ടാണ്. ഇടിക്ക് അവിടെ വരെ ചളിയിലൊക്കെ ഇട്ടില്ലേ? ചളിയില് വാരിട്ട് അങ്ങനത്തെ കുറെ സംഭവങ്ങള്. പിന്നെ അത്രക്ക് ഇഷ്ടമാണ് ആ ഒരു ക്യാരക്ടർ. പക്ഷെ വൃത്തിയിട്ടാനാണ് അത് വേറെ കാര്യം. പക്ഷെ എന്നാൽ ആ ഒരു ഇഷ്ടമാണ് അവിടെ കറക്റ്റ് ആ തളപതി ആ ഒരു മൊമെന്റിൽ ഇങ്ങനെ എന്താ പറയാ ഉപയോഗിച്ചത്. കാരണം അത്ര ആളുകൾ വന്നിട്ട് അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നുള്ള ഒരു ചോദ്യമാണ്. അവിടെയാണ് ഒരു സംഭവം. എന്താ പറയാ, വേലു എന്ന് പറഞ്ഞ ക്യാരക്ടർ അവിടെ കളിക്കുന്ന ആളാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്പോർട്സിൽ നമ്മുടെ ശക്തി മാത്രമല്ല, ബുദ്ധിയും സംഭവങ്ങളൊക്കെ നല്ലോണം ഉപയോഗിക്കും. ഓപ്പണന്റിന്റെ വീക്ക്നെസ്സും സംഭവങ്ങളും സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ സംഭവവും നോക്കും. ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഓരോ സ്ഥലത്തും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കബഡീന്റെ സംഭവം കാണിച്ചിരുന്നത്. ആ ഒരു മ്യൂസിക് ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ലേ, അത് ഫസ്റ്റ് അതുകൊണ്ടായിരിക്കണം നമ്മളെ ഫസ്റ്റ് തന്നെ വേലു എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ കബഡി കളിക്കുന്ന ആളാണ്, ഓൾറെഡി ജയിച്ചിട്ടുണ്ട്, കുറെ കപ്പ് ഉണ്ട് എന്നൊക്കെ കാണിച്ചു തന്നു. ഭയങ്കര കേട്ടോ. എന്തായാലും ആ ഒരു സോങ്ങും അർജുനാരും ഇല്ല. ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം അവിടെ കാണുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ എവിടേക്ക് ഇങ്ങനെ ട്യൂൺ കേട്ടിട്ടുണ്ട്. അത് മാത്രല്ല കുറെ തവണ ഞാൻ കേട്ടിട്ടുണ്ട് പാട്ട്, പക്ഷെ അതിന്റെ വിഷ്വലി ഇങ്ങനെയാണെന്നുള്ള സംഭവം കണ്ടിട്ടില്ല. ആണ് സംഭവം. അപ്പൊ എന്തായാലും പൊളി. അപ്പൊ വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് സീൻ. കാരണം ഇപ്പൊ മുത്തുപാണ്ടി ഇപ്പൊ പോകാൻ പോണത് വേലിന്റെ നാട്ടിലോട്ടാണ്. വേലിന്റെ നാട് എവിടെയെന്ന് വിചാരിച്ചു ഇങ്ങനെ പോവാ അല്ലേ? അന്വേഷിച്ചുമായിരിക്കും. അങ്ങനെയായിരിക്കും പോകാൻ പോണത്. എനിക്ക് തോന്നുന്നു ഈ ജേർണിയാണോ ഫുള്ള് കാണിക്കാൻ പോണത്. എന്താണെന്നറിയില്ല, പക്ഷെ ഇനി അവര് പോകുന്നുണ്ട് എവിടത്തേക്കാന്നറിയില്ല. ആ ഒരു സംഭവം ഉണ്ട്. എന്തായാലും നെക്സ്റ്റ് സീൻ വേണ്ടിട്ട് നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല വീഡിയോസ് വരുന്നതായിരിക്കും.